നമസ്കാരം. ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി, കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളുടെ വൻ ശേഖരം. മലയാള ടെലിവിഷനിൽ വിപ്ലവം സൃഷ്ടിച്ച സ്പോൺസറായി രംഗപ്രവേശം. ജീവിതത്തിൽ ലക്ഷ്യം വെച്ചതെല്ലാം നേടിയെന്ന് അഭിമാനത്തോടെ പറഞ്ഞയാൾ. ജീവിതം ആഘോഷമാക്കുവാനും പോസിറ്റീവായി മുന്നോട്ട് പോകണമെന്ന് നിരന്തരം പറഞ്ഞിരുന്നയാൾ. കടം 0 എന്ന ആശയത്തിൽ ഉറച്ചുള്ള പ്രവർത്തനം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സാരഥി CJ റോയിയെക്കുറിച്ച് പുറമേക്ക് നമ്മൾ അറിയുന്നത് ഇതൊക്കെയാണ്. വൻകിട വ്യവസായികളുമായി ബന്ധപ്പെട്ട് സാധാരണയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇൻകം ടാക്സ് റെയ്ഡിന് പിന്നാലെ ഇതുവരെ പോസിറ്റീവായി മാത്രം കണ്ടിട്ടുള്ള CJ റോയി സ്വയം വെടിവെച്ചു മരിക്കുന്നതിലേക്ക് നയിച്ചതെന്താണ്? എന്തിനാണ് ഈ കടുങ്കൈ? ഏവരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. ചർച്ചയിൽ നമുക്കൊപ്പം ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഡയറക്ടർ ജനറലായി വിരമിച്ച ശ്രീ വിജയകുമാർ, റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ, കോൺഗ്രസിൽ നിന്നും ശ്രീ അനിൽ ബോസ്, BJPയിൽ നിന്നും ശ്രീ ഉല്ലാസ് ബാബു, ഒപ്പം CJ റോയിയുടെ സുഹൃത്തു കൂടിയായ ശ്രീ സുരേഷ് പിള്ള എന്നിവരാണ്. ആദ്യം ജസ്റ്റിസ് കെമാൽ പാഷയിലേക്കാണ്. സർ, ഞെട്ടലോടെയാണ് ഇന്ന് ഈ വാർത്ത, കഴിഞ്ഞ ദിവസം ഈ വാർത്ത മലയാളികൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ രംഗത്തുള്ള എല്ലാവരും കേൾക്കുന്നു. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. നമുക്കറിയാം, സമീപകാലത്ത് എത്രയോ റെയ്ഡുകൾ, ഇതൊക്കെ നിരന്തരം വാർത്തകളായി വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കടുങ്കൈയിലേക്ക് ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ ജീവിതത്തെ ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു വിധിയെഴുത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അങ്ങേക്ക് ഒറ്റ നോട്ടത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തോന്നുന്നത് എന്താ? അത് യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഇപ്പോൾ ഈ മരിച്ചുപോയ റോയ്. ഈ കേരളത്തിലെ മലയാളി, പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം ആ മുഖം നല്ല പരിചയമാണ്. ഒരുപാട് TV പ്രോഗ്രാംസിൽ അദ്ദേഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പണിയല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ആത്മഹത്യയാണെങ്കിൽ ഉണ്ടായേക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇത് യഥാർത്ഥത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് കോൺഫിഡൻസ് ആണല്ലോ വേണ്ടത്. ആ കോൺഫിഡൻസിന് അതിൻ്റെ സ്ഥാപക ഡയറക്ടർക്ക് അത് സ്ഥാപിച്ച ആളിന് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ പിന്നെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതെന്താ, ഇതിൻ്റെ പിന്നിലുണ്ടായത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഇൻകം ടാക്സ് റെയ്ഡ് അവിടെ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നപ്പോൾ യഥാർത്ഥത്തിൽ അതിനെ കോടതിയിൽ അവർ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതുമയായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് റോയിയുടെ അനിയൻ ബാബു പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായത്, 28, 29, 30 ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അവിടെ തന്നെ തമ്പടിച്ച് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാരണം അതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷേ എത്ര സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇതുപോലുള്ള ഒരാൾക്ക്, അതായത് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് നല്ല ധൈര്യം എല്ലാവർക്കും കൊടുക്കണമെന്ന് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എപ്പോഴും. അതായത് ജീവിതം ആസ്വദിക്കണം. അതുപോലെ തന്നെ 12 മണിക്ക് ഞാൻ രാത്രി 12 മണിക്കേ ഉറങ്ങാറുള്ളൂ, അതുപോലെ ജോലി ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ യഥാർത്ഥത്തിൽ, അതായത് ഇവിടെ വേറെ അതിനകത്ത് ആകെപ്പടയും ഒരു സംശയാസ്പദമായ ഒരു കാര്യമുള്ളത്, അത് അവർ വിശദീകരിക്കേണ്ടതാണ്. ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഇതുപോലെ റെയ്ഡൊക്കെ നടത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ തോക്കും കൊണ്ടൊരാളെ അവിടെ കയറ്റി വിടാറുണ്ടോ? എനിക്കറിഞ്ഞൂടാ. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് നെഞ്ചത്ത് പോയിന്റ് ബ്ലാങ്കോട് കൂടി അയാൾ മേളിൽ അമ്മയെ വിളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് പോയിട്ട് 3:15 പോയിട്ട് നെഞ്ചത്ത് ചേർത്ത് വെച്ച് വെടിയുതിർത്തു എന്നാണ് പറയുന്നത്. അത് ഒന്നേ അയാൾ ചെയ്തതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും പോയിന്റ് ബ്ലാങ്ക് ചെയ്തതാവാം. അങ്ങനെ വരാൻ പറ്റുള്ളൂ. കാരണം ഹാർട്ടും ലങ്സും പിയേഴ്സ് ചെയ്താണ് ഈ മരണം സംഭവിച്ചേക്കുന്നത്. അത്രത്തോളം ക്ലോസ് റേഞ്ചിൽ കൊണ്ടുവച്ചാണ് ഈ ഫയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഇതങ്ങോട്ട് സംഭവം നടന്ന ഉടനെ ഇവർ അവിടെ നിന്നുള്ള ബുക്കുകളും അതും എല്ലാം പറക്കിക്കൊണ്ട് നേരെ ഓടിക്കയറി 2 ഇന്നോവ കാറിനകത്ത് കയറിപ്പോയി. ചിലപ്പോൾ ഇനി അവിടെ വല്ലതും ഭയന്നായിരിക്കും, നാട്ടുകാർ വല്ലതും പ്രകോപനം ഇതുണ്ടാക്കി വന്നാൽ എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ. എന്തായാലും അവരങ്ങനെ പെട്ടെന്ന് അങ്ങ് പോയി അവിടുന്ന്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിന് വളരെ ദുരൂഹതകൾ ഇതിനകത്തുണ്ടെന്നുള്ള ഒരു സംശയമില്ല. അത് ശരിയായ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ, അതായത് ഈ കൈത്തോക്കിലുള്ള ഫിംഗർ പ്രിൻറ്റ്, അത് ഫോറൻസിക്കുകാർ വന്ന് അത് നോക്കി അതും തിട്ടപ്പെടുത്തണം.
അത് അയാളുടെ തന്നെ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം. പിന്നെ ഇത് ക്ലോസ് റേഞ്ചിൽ നിന്നാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ കരിഞ്ഞിരിക്കും മുറിവിന് ചുറ്റും. ആദ്യം എൻട്രി വുണ്ട്, എക്സിറ്റ് വുണ്ട് വരത്തില്ല, എൻട്രി വുണ്ടിൻ്റെ അവിടെ വരും. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് ഇതെല്ലാം നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അയാൾ തന്നെ ആണെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കാം, ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ അതും ശ്രദ്ധിക്കണം. ആ രീതിയിൽ വേണം ആ പരിശോധനയൊക്കെ നടത്താനും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും. ഏതായാലും സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. കാരണം വെറുതെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും സംശയ നേരിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഒരു കാര്യമില്ല ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ. അയാളുടെ അനിയൻ പറയുന്നത് അയാൾ ഫൈനാൻഷ്യലി സൗണ്ടാണ്, കടമൊന്നുമില്ല, കടബാധ്യതകളില്ല. മാത്രമല്ല അയാളുടെ പ്രോജക്റ്റുകളൊക്കെ എനിക്കറിയാവുന്നതാണ്. എറണാകുളത്തുമൊക്കെ ധാരാളം പ്രോജക്റ്റ് കാക്കനാടും ഒക്കെ ഉള്ളതാണ്. അതിൽ 250 ഫ്ലാറ്റുകളുടെ പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകൾ ഇപ്പോൾ ഓൺഗോയിങ് വർക്കുണ്ട്. ഇത്രയൊക്കെ ഉള്ള ഒരാൾ അയാൾ ഇത്രയും വളരെ, അതായത് ഇപ്പോൾ ബിഗ് ബോസ് ആ പ്രോഗ്രാമൊക്കെ നടത്തുന്നു, ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസനീയമായിട്ട് തന്നെ തോന്നുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം വലിയ റീസൺ കാണണം. ഇപ്പോൾ ഇൻകം ടാക്സ് ഇവരെന്താ ചെയ്യുന്നത്, അങ്ങേയറ്റം ഇയാളെ അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ കണ്ടു കഴിഞ്ഞാൽ വളരെ അത്ര വയലേഷൻ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതല്ലേ അയാൾക്ക് ജാമ്യം എടുത്തൂടെ? അതിനൊക്കെയുള്ള മാർഗങ്ങളില്ലേ? അപ്പോൾ ഇത്രത്തോളം ആശങ്കകൾ, ദുരൂഹതകൾ ഒരുപാടുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണ്. ശ്രീ വിജയകുമാർ, ഇപ്പോൾ അങ്ങേക്ക് ഇത്തരം ഇതിന്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയണം. ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു എന്ന് കരുതി ഒരു ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയോ വ്യവസായികൾ അനുദിനം എന്നവണ്ണം ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നിയമപരമായി തന്നെ നമുക്ക് സമയം കിട്ടും. അതിപ്പോൾ എന്താണ് നടപടിക്രമങ്ങൾ, അത് പിഴയടയ്ക്കുക, അതിനുള്ള നമുക്കും ഇതിന് വിധേയനാകുന്ന ആൾക്കും നിയമപരമായി അതിൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഇത്രയും സാമ്പത്തികമായി ഇത്ര സൗണ്ടായിട്ടുള്ള ആൾക്ക് അതിനുള്ള സാധ്യതകൾ ഒരുപാടാണ്. പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്നത് ഈ ഏജൻസിക്കെതിരായ ഒരു പരാമർശമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് അവർ പോയോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്രൈം സീനാണ്. അവിടെ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നിടം വരെ അവിടെ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അവ്യക്തതകൾ ഇതിലുണ്ട്. എങ്കിലും ഈ ഒരു നടപടിക്രമം ഇതിന് കാരണമായി എന്ന നിലയ്ക്കുള്ള ഒരു ആരോപണത്തെ അങ്ങ് എങ്ങനെ കാണും? തീർച്ചയായും പല ആരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ജഡ്ജി കമാൽ പാഷ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വസ്തുതാപരമായൊരു പിശകുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നതിൽ ക്ഷമിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. എത്ര അധികം ടാക്സ് ഇവേഷൻ ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഇൻകം ടാക്സിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, റോയിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഭയം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധിക്കില്ല. കാരണം ഇൻകം ടാക്സ് ആക്റ്റിൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇല്ല. എസ്റ്റേറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ കസ്റ്റംസോ അല്ലെങ്കിൽ മറ്റ് ആക്റ്റുകളിലൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാതിരുന്നത് തന്നെയാണ്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീല് ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിന് ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ ഇടയിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം 28,000 കോടി എന്ന് പല ഫോബ്സിലോ എല്ലാം വന്നിട്ടുള്ളതാണ്. അത്ര വലിയ ഒരു ടാക്സ് ഇവേഷനൊന്നും കണ്ടുപിടിച്ചു എന്ന് എനിക്കറിവില്ല. അങ്ങനെ ഒരു വലിയ ഒരു സംഖ്യ കണ്ടുപിടിച്ചോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖയില്ല. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ റെയ്ഡ് ആരംഭിക്കുന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. അത് 8-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്തു. അത് കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് യൂണിറ്റ്, എറണാകുളത്തെ ഇൻകം ടാക്സ് യൂണിറ്റാണ് ഈ റെയ്ഡ് നടത്തിയത്. അതിനെതിരെ അദ്ദേഹം കർണാടക ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്തു, ജൂറിസ്ഡിക്ഷനെ ചോദ്യം ചെയ്തുകൊണ്ട്. അതായത് കേരളത്തിലുള്ള പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് കർണാടകയിലാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ട് ഫയൽ ചെയ്തു. പക്ഷേ അതിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വാദഗതികൾ പ്രദാനം ചെയ്തു. അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഇൻകം ടാക്സ് അധികാരികൾക്ക്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് അവർക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെർച്ച് ഓതറൈസ് ചെയ്യാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്
കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട റവന്യൂ കേരളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇൻകം ടാക്സ് ഇപ്പോൾ ഇൻകം ടാക്സ് ഫേസ്ലെസ് അസസ്മെൻ്റ് ആണ്, എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാം. അതോടൊപ്പം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഒരു കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ ഇൻകം ടാക്സ് അധികാരികൾ ഈ സെർച്ചിന് മുൻകൈ എടുത്തത്. ഇനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാത്രമല്ല, അതോടൊപ്പം ഞാൻ പേര് പറയുന്നില്ല, 3 or 4 ഇതേപോലെ പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും കൂടി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുത അറിഞ്ഞപ്പോൾ ഈ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അത് ഡിസിഷന് പോയില്ല, അവർ തന്നെ വിഡ്രോ ചെയ്തു. കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഞാൻ സാങ്കേതികമായിട്ട് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിസംബർ 3-ാം തീയതി തുടങ്ങിയ റെയ്ഡ് 8-ാം തീയതി വരെ ആ റെയ്ഡ് നടന്നു. പ്രധാനമായും ബാംഗ്ലൂരിലും കൊച്ചിയിലുമാണ് റെയ്ഡ് നടന്നത്. അതിനുശേഷം ആ സമയത്ത് അദ്ദേഹം വന്നിരുന്നില്ല, അദ്ദേഹം ദുബായിലായിരുന്നു. അദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ നിർബന്ധം ചെലുത്തിയില്ല അദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ചില സംഗതികളെ ഇൻകം ടാക്സ് ആക്ടിലെ 132(3) എന്ന നിയമപ്രകാരം പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്യാം. പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ബാങ്ക് ലോക്കറുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വെച്ചിരിക്കുന്ന അലമാരകൾ അതൊക്കെ ലോക്ക് ആൻഡ് കീയിലാണെങ്കിൽ തൽക്കാലം അത് തുറക്കാൻ നിവൃത്തിയില്ല, അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ വന്നിട്ട് വേണമെങ്കിൽ നമ്മൾ അത് തുറന്ന് എടുത്തു കൊണ്ടുവരില്ല. അതിന് 132(3) ഓർഡർ പ്രകാരം അത് സീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്തു. അതാണ് ഡിസംബർ 8-ാം തീയതി ചെയ്തത്, ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. അതിന് 60 ദിവസത്തെ വാലിഡിറ്റിയാണുള്ളത്. 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യണം. അതായത് 60 ദിവസം കഴിഞ്ഞാൽ അതങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. മുൻപ് 60 ദിവസം കഴിഞ്ഞാലും ചെയ്യാമായിരുന്നു, പക്ഷേ മിസ്യൂസൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 2002 ഇൻകം ടാക്സ് ആക്ടിൽ ഈ പ്രൊവിഷൻ മാറ്റി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സൗകര്യം ചോദിച്ച് ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ ഈ പ്രൊഹിബിറ്ററി ഓർഡർ നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അനുസരിച്ച് ജനുവരി 28-ാം തീയതി ഇദ്ദേഹം ദുബായിൽ നിന്നും ബാംഗ്ലൂരിലെ ഓഫീസിലെത്തി. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ, എറണാകുളത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. അവിടെ റെയ്ഡ് എന്നുള്ള നിലയിലല്ല നടന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പറയുന്നു റെയ്ഡ് നടക്കുകയല്ല ചെയ്തത്. അവിടെ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നടന്നത്. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല അലമാരകളിലും പല രേഖകളും ഉണ്ടാകും. ആ രേഖകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഈ അസസിയുടെ, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD-യുടെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ അത് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. ഒരൊറ്റ പോലീസുകാർ പോലും ഈ പ്രിമൈസസിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പോലീസുകാരൻ പോലും ഈ പ്രിമൈസസിൽ ഇത് നടക്കുമ്പോൾ ഇല്ല. 28-ാം തീയതി റോയ് അവിടെ വന്നിരുന്നു ബാംഗ്ലൂരിൽ. റോയ് പറഞ്ഞതനുസരിച്ച് റോയ് ബാംഗ്ലൂരിൽ വന്നു, ആദായനികുതി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് സംസാരിച്ചു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് 29-ാം തീയതി അദ്ദേഹം വീണ്ടും വന്നു, ആഫ്റ്റർനൂണിൽ വന്നു. റോയിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. എറണാകുളത്തെ ഈ സെർച്ച് ഓർഗനൈസ് ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടറാണ്, പേര് ഞാൻ പറയുന്നില്ല, ഡെപ്യൂട്ടി ഡയറക്ടറാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം 30-ാം തീയതി വീണ്ടും കുറേ കൂടി സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. കാരണം ഡോക്യുമെൻറ്റ്സ് കൂടുതൽ കിട്ടുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനാണ്. ആ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ 30-ാം തീയതിയും കൂടി വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. പിറ്റേ ദിവസം 30-ാം തീയതി ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉദ്യോഗസ്ഥന്മാർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ PO ലിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്ത് നടക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇദ്ദേഹത്തിൻ്റെ മുറി ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്ന് പോയിട്ട് വരാം, ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് പോയിട്ട് വരാം. ഇനി കൂടെ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ അങ്ങനെ പോകുമ്പോൾ പിന്നെ കൂടെ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പോകും. ആരും പോയില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി. അദ്ദേഹം അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചു, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ആരെയും കടത്തി വിടരുത് എന്ന് അദ്ദേഹം സ്റ്റാഫിനോട് മുറിയിൽ ചെന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത്. ഉണ്ടായിരിക്കുക IT വകുപ്പിന്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൃത്യമായ, അതെ, അവരുടെ ഭാഗത്തുനിന്ന് അവർ കൃത്യമായി ഇതെല്ലാം സൗഹാർദ്ദപരമായി തന്നെയാണ് മുന്നോട്ട് പോയത്. വേറെ ഇടപെടലോ സമ്മർദ്ദമോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലാരിഫിക്കേഷൻ കൂടി ഉണ്ട്. പറഞ്ഞു അല്ലല്ല, ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് അവര് ഈ വെടിവെച്ച കേട്ടു,
സ്റ്റാഫ് തന്നെയാണ് കുത്തി തുറന്നത്. അത് കഴിഞ്ഞ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ താഴെയായിരുന്നു. അവർ അതിനുശേഷം അവരുടെ ആ സെർച്ച് പ്രൊസീഡിങ്സ് 132(3) ലിഫ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവർ പോയത്. പിന്നീട് റെയ്ഡ് എന്നുള്ള നിലയിൽ ഒരിക്കലും നടന്നിട്ടില്ല. അതിനുശേഷം നേരത്തെ തന്നെ ഇവരുടെ പെർമിഷനോട് കൂടി എടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം പെട്ടിയിലാക്കി കൊണ്ടുപോയതാണ്. റെയ്ഡ് നടന്ന ഉടനെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട്. സുരേഷ് പിള്ള കൂടിയുണ്ട്, അദ്ദേഹം CJ റോയിയുടെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. നമ്മളെല്ലാം വളരെ ഞെട്ടലോടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾക്ക് അത് അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത്രയേറെ ഈ നിലയിലൊക്കെ വളരെ സജീവമായി നിന്നാൽ ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം പോലും അറിയാം. ഈ നിമിഷം എന്തെങ്കിലും സംഭവിച്ചാൽ പോലും താൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മരണത്തിലേക്ക് പോകും, തനിക്ക് മറ്റ് ആകുലതകളില്ല, തൻ്റെ ബക്കറ്റ് ലിസ്റ്റുകളെ എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞതാണ്. പക്ഷേ സുരേഷ് പിള്ള, ഈ പെട്ടെന്ന് വരുന്ന ആരോപണം അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്ന ആരോപണം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മർദ്ദം അത് ഇതിലേക്ക് നയിച്ചു എന്നതാണ്. താങ്കൾക്കറിയുന്ന CJ റോയി ഇങ്ങനെ ഒരു ഘട്ടം വരും. കാരണം ഈ 10-20 വർഷം കൊണ്ട് ഇത്രയും 10,000-കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വളരണമെങ്കിൽ എത്രത്തോളം മനോധൈര്യത്തോടെ മുന്നോട്ട് പോയാലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയ ആൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അങ്ങയുടെ ഒരു അടുത്ത പരിചയം ഉള്ള ആളെന്ന നിലയ്ക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? എന്താണ് അങ്ങയുടെ ഒരു സംശയമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അനുഭവം? തീർച്ചയായിട്ടും വളരെ ഞെട്ടലോടാണ് ഞാനിത് കേട്ടത്. കാരണം ആർക്കും അദ്ദേഹത്തെ അറിയുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നാളായിട്ട് മലയാളികൾക്കൊക്കെ അറിയാം CJ റോയി കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന നിലയിലൊക്കെ. അപ്പൊ ഈ വാർത്ത കേട്ടവർക്ക് ആർക്കും ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ലൈഫ് ഒരു ആഘോഷമാക്കി കൂടെയുള്ളവരും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ളവരൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലുള്ളതാണ്. അപ്പൊ എനിക്കറിയാവുന്ന റോയ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു മലയാളികളുടെ ഇടയിൽ വളരെ ചില ആളുകൾ എന്ന നിലയിൽ ഹോസ്പിറ്റാലിറ്റിയുടെ മേഖല എന്താണ്, അതിന്റെ കറക്റ്റ് രീതി എന്താണ് അതിന്റെ ലക്ഷറി എന്നൊക്കെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ്. ലോകത്തെ എല്ലാ ഹോട്ടലുകളിലും ഏറ്റവും അതിനു വേണ്ടിയിട്ട് മാത്രം നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ തേടിപ്പോയി 1 വീക്കൊക്കെ താമസിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയൊക്കെയാണ്, എന്താണ് സർവീസിനൊക്കെ രീതിയിലുള്ള ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ട് ഒരു വ്യവസായി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളികളൊക്കെ കാണുന്ന രീതിയിൽ ആ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ ഉപരി അത് എല്ലാവർക്കും കാണും. ഒരു ഇൻസ്പിറേഷൻ പോലെ അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബിസിനസ്സിനകത്ത് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ വളരെ തുറന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അത് കൂടാണ്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു മലയാളി എന്ന നിലയിൽ ഈ ഒരു അതിഥി സൽക്കാര മേഖലയിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, അത് ഭക്ഷണമായാലും താമസമായാലും അതിന്റെ സർവീസ് സ്റ്റാൻഡേർഡ് ആയാലും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വളരെ ചുരുക്കം മലയാളികളുള്ള ഒരാളായിട്ട് മാത്രമാണ്. അപ്പൊ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ വീഡിയോയിലായിട്ട് പറയും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പറയും. അത് മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആയിക്കോട്ടെ, ചെറിയ സ്ഥാപനങ്ങളായിക്കോട്ടെ. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഇത്രയും ഈ ഒരു ചെറിയ പ്രായം അല്ലെങ്കിൽ 59 അല്ലെങ്കിൽ അതിൽ താഴെ 60 വയസ്സിൽ താഴെയുള്ള ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കി അല്ലെങ്കിൽ ഇത്രയും കേരളത്തിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലത്തും ഇന്റർനാഷണൽ ആയിട്ടൊക്കെയുള്ള ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ ബന്ധങ്ങളുള്ളൊരു മനുഷ്യൻ ഒരു ഈ ഒരു ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്തുമാത്രം സമ്മർദ്ദത്തിലൂടെ പോയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം തന്നെ പല സമയങ്ങളിൽ പറയുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ് ഇന്ത്യയിൽ നമ്മൾ ചെയ്തു വരുമ്പം പല സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചിട്ടായിരിക്കും ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയൊക്കെ എത്തുക. അപ്പൊ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു നിമിഷം എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ ഏതവസ്ഥയിലൂടാണെന്നുള്ളതാണ് അദ്ദേഹത്തിന് അടുത്തറിയുന്നവരും എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണുന്നത്. അപ്പൊ പലതരത്തിലുള്ള അനുമാനങ്ങൾ ആളുകൾ പറയുകയാണ്. തീർച്ചയായിട്ടും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുള്ള എല്ലാവർക്കും വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു രീതിയിൽ, അതും CJ റോയിയെ പോലെ ജീവിതം ആഘോഷമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ. തീർച്ചയായും ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം മാത്രമാണ് ഈ സമ്മർദ്ദം എന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ നടത്തിയതെന്ന് വ്യക്തമാക്കിയതിനെക്കുറിച്ചാണ് ശ്രീ വിജയകുമാർ സൂചിപ്പിക്കുകയും ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് കൂടെയാണ്. ശ്രീ
അനിൽ ബോസ്, ഇപ്പോൾ ഡി കെ ശിവകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇത് നടത്താൻ. ഒപ്പം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങളും ഇത് അന്വേഷിക്കണം, ഞങ്ങൾ ഞങ്ങളുടെ നിലയിൽ അന്വേഷിക്കും, കേന്ദ്ര ഏജൻസി കൂടി ഇതിൻ്റെ ഭാഗമാകണമെന്നാണ് ഡി കെ ശിവകുമാറിൻ്റെ ആവശ്യം. നമുക്കറിയാലോ, എന്ത് സംഭവം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇന്ന് പി രാജീവിൻ്റെ അടക്കം അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഇതിനോട് അങ്ങ് കേട്ട് കാണുമല്ലോ. ഇത് ഏത് നിലയ്ക്കാണ്? ഏജൻസികളുടെ സമ്മർദ്ദമാണോ? അത് പലയിടത്തും നടക്കുന്നു, അത് രാഷ്ട്രീയ വിലപേശലിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. ശ്രീ അനിൽ ബോസ്. ഈ കേരളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന വ്യവസായികളിൽ ആദ്യത്തെ ആളല്ല സീറോയി. വളരെ പ്രധാനപ്പെട്ട മരണങ്ങൾ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു കപ്പൽ ജോയി, കേട്ടിട്ടുണ്ടല്ലോ, ജോയിയുടെ മരണം, ഷാജിത്തിൻ്റെ മരണം, ഒരു റസാക്കെന്നോ റിയാസ് എന്നോ പറയുന്നൊരു മരണം. വളരെ പ്രധാനപ്പെട്ട മലയാളി വ്യവസായികൾ 3 പേർ ഇതിനു മുമ്പ് തന്നെ ഇതുപോലെ മരണപ്പെട്ടു. അതിൻ്റെ തുടർ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയും എത്തിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മരണം എനിക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ, അന്വേഷിക്കുന്ന ഏജൻസിയെ എല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തി പുകമറ സൃഷ്ടിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം. അതൊന്നും ഈ സമയത്ത് ചെയ്യുന്നത് ഉചിതമാണ് എന്ന് കരുതുന്ന ഒരാളല്ല. ഉചിതമല്ല, അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിന് വിശദമായ വിവരങ്ങൾ പുറത്തു വരണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. മറ്റ് ഏജൻസികൾ അന്വേഷിക്കട്ടെ. സുതാര്യമായി കാര്യങ്ങൾ നടക്കണം. നമ്മളറിയുന്ന, ഇപ്പോൾ താങ്കൾ തന്നെ പ്രതിപാദിച്ചതുപോലെ ഒരു പോഡ്കാസ്റ്റിൽ ശ്രീ റോയി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ പോലും തുള്ളിച്ചാടി ഞാൻ മരണത്തെ പുൽകും എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ താൻ എന്തൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചോ അവിടെയെല്ലാം വൻ വിജയമാർജിക്കാൻ കഴിഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഒരു 56-57 വയസ്സിൽ ഇതെല്ലാം സാധ്യമാക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം എൻജോയ് ചെയ്തു പോയത്. അദ്ദേഹത്തെ അറിയുന്നവരും ഇടപെട്ടവരും എല്ലാവരും ആശങ്കയിലും ആകുലതയിലുമാണ്. ഒരാളും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, ഒരു പരാതി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ കാണുന്നത്, ഇത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം. ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട് റിട്ടയേർഡ് ആയ ഉദ്യോഗസ്ഥൻ ശ്രീ വിജയകുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിയമപരമായി അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമുക്ക് അത്തരമൊരു ഇൻപുട്ട് എന്തായാലും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് അതിൽ വെച്ച് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അതുപോലെ വളരെ സുതാര്യമായി ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും അതിന് കൊടിയുടെ നിറവും രാഷ്ട്രീയവും നോക്കേണ്ട കാര്യം. ഇത് ആദ്യത്തെ സംഭവം അല്ല. ആദ്യത്തെ സംഭവം അല്ല. രാഷ്ട്രീയം അങ്ങനെ ശരിയായ ഒരു നിലപാടല്ല എന്ന് അങ്ങേയും വ്യക്തമാക്കുന്നു. ശ്രീ ഉല്ലാസ് ബാബു, നമുക്കറിയാം ഒരു മരണം അതിന്റെ അവ്യക്തത നിലയിലേക്ക് പറയണ്ട, പക്ഷേ സ്വാഭാവികമായും അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, അങ്ങയിലേക്ക് വരാം. ഉല്ലാസ്, ഇപ്പോൾ പി രാജീവിൻ്റെ ഒരു പരാമർശമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം സാബു ജേക്കബിൻ്റെ എൻ ഡി എയിലേക്കുള്ള വരവ്, അതിനോടനുബന്ധിച്ച് നിരന്തരം ഇടത് ക്യാമ്പിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ, ഇതും അതായത് ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ആത്മഹത്യ എന്ന നിലയ്ക്കൊക്കെ ഒരു മരണം, അത് എന്താണ് അതിൻ്റെ ദുരൂഹത ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ, അതുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ മരണത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് നേതാക്കൾ തന്നെ ആ നിലയ്ക്ക് അതിന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ഒരു ക്ഷമയോടെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഈ ഏജൻസികളുടെ സമ്മർദ്ദം, ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നു? അല്ല, രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു അഭ്യാസം കളിക്കാൻ നോക്കുക എന്നല്ലാതെ ഇതൊന്നും രാഷ്ട്രീയ അഭ്യാസം കളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പോൾ കർണാടക സർക്കാർ SIT രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷിക്കുന്നവർ കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹത്തിന് ഉണ്ടായ മാനസിക വിഷമം എന്താണ്. പിന്നെ ഒരു ഇൻകം ടാക്സ് റെയ്ഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം എന്നുള്ളത് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറയുന്നത് എനിക്കതിന് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഞാനത് രാഷ്ട്രീയം കാണുന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ റെയ്ഡ് നടത്തുന്നു.
അവർ രേഖകൾ എടുക്കുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് രേഖകൾ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ചെറിയ സ്ഥാപനമല്ലല്ലോ, ചെറിയ വ്യവസായവുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഓഫീസർമാർ, അതിപ്പോൾ ലീഗൽ സൈഡിൽ നിന്നായിക്കോട്ടെ, അക്കൗണ്ടിങ് സൈഡിൽ നിന്നായിക്കോട്ടെ, ഏത് പേപ്പറുകളാണ് എങ്കിലും ആ ചോദിച്ച പേപ്പറുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇനി അതിലെന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു ശിക്ഷാ നടപടിയോ അല്ലെങ്കിൽ കൊണ്ടുപോയി തൂക്കി കൊല്ലുന്നൊരു നടപടികളൊന്നും ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുക ആ പേപ്പറുകൾ ഹാജരാക്കാൻ പറയും. പേപ്പറുകൾ ഹാജരാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അതിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അതിനകത്ത് പിഴ ചുമത്തും, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലെ ഒരു നടപടികളുണ്ടാവും. അദ്ദേഹത്തിന് അതിന് ചലഞ്ച് ചെയ്യാം, അദ്ദേഹത്തിന് അപ്പീലിന് പോവാം, അദ്ദേഹത്തിന് കോടതിയിൽ പോവാം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാ പ്രാപ്തിയുമുള്ള ഒരു ബഹുമാനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടും. വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും SIT അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിക്കട്ടെ. പക്ഷേ അതിനകത്ത് ഒരു ഇൻകം ടാക്സ് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അത് ഇൻകം ടാക്സ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ എത്രയോ വലിയ ഗ്രൂപ്പുകൾ, അതുപോലെ ഇന്ത്യയിലെ തന്നെ എത്രയോ വലിയ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ 10-11 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10-15 കൊല്ലമായിട്ട് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്ഥലത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്ഥലത്ത് ഇൻകം ടാക്സ് ഇതുപോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനും ഇദ്ദേഹത്തിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെടുത്തി അതിനകത്ത് രാഷ്ട്രീയമുണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണം മേടിച്ചെടുക്കാം എന്ന് രാജീവ് എന്ന് പറയുന്നൊരു മന്ത്രി അങ്ങനെ തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അറിവ് കുറവും വിവരക്കുറവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കുതന്ത്രം എന്ന് അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാൾ, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കേരളത്തിന് വലിയ വിഷമമുള്ള കാര്യമാണ്, ബിസിനസ് മേഖലയിൽ വിഷമമുള്ള കാര്യമാണ്. നല്ലൊരു ബിൽഡറാണ്, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ മാനസികാവസ്ഥ ഉണ്ടാകാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നുള്ളത് SIT അന്വേഷിക്കട്ടെ. ഇനി ഏത് ഏജൻസി വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അതിനകത്തൊന്നും BJPക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ വേറെ ഇടപെടലുകളൊന്നുമില്ല. സർക്കാരുകൾ, കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരുകളൊക്കെ വേണ്ട പോലെ അന്വേഷണങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തും. ആ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ആ അന്വേഷണം എത്രയും വേഗം നടക്കുക, ഇതിന്റെ പിന്നിലെ ഈ ദുരൂഹത മറന്നേക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ജസ്റ്റിസ് കെമാൽ പാഷ, നമുക്കിപ്പോൾ 8 മണി വരെയുള്ളൂ. ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു കൊച്ചു ഇടവേള എടുത്ത ശേഷം ചർച്ച തുടരുകയാണ്. ശ്രീ കെമാൽ പാഷ, ഇപ്പോൾ കടം പൂജ്യം എന്ന ഒരു ആശയത്തിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം എന്നറിയാം. അവർക്ക് ഇത്രയും വലിയ പ്രോജക്റ്റ്, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചുള്ള എത്രയോ പ്രോജക്റ്റുകൾ ഇങ്ങനെ ഓൺഗോയിങ് ഉള്ളതാണ്. അതെല്ലാം നിലവിൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എല്ലാം കൃത്യസമയത്ത് കൈമാറും. അങ്ങനെ വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന് ഈ കടം പൂജ്യം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പെട്ടെന്ന് നമുക്കൊരു കൗതുകവും അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ തോന്നാം. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ അങ്ങനെ ഒരു ആശയത്തിൽ ഉറച്ചു നിന്ന് പോവുക എന്നത് എത്രത്തോളം ശ്രമകരമാണ്? അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ്സുകാരന് ഒരുപക്ഷെ കടന്നു പോകേണ്ട വഴികൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇതെല്ലാം കെട്ടിപ്പോക്ക് സാധ്യമല്ല. നമ്മുടെ നൂലാമാലകൾ ഭരണത്തിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ആകട്ടെ, ഇതിൻ്റെയൊക്കെ ചരടുവലികൾക്കിടയിൽ കടന്നു വേണമല്ലോ ഏതൊരു കൊച്ചു കട പോലും നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ. അപ്പോൾ അങ്ങേക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊരു സംശയം ഈ കാര്യത്തിൽ തോന്നുന്നുണ്ടോ? എന്താണ്? ദിബീഷ്, അതിനകത്ത് 2-3 കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. നമ്മളൊരു ആത്മഹത്യ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുകയാണ്. അത് ഈ കൊടിയുടെ നിറമൊന്നും നോക്കാൻ പാടില്ല. സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെ ആ കാര്യത്തിൽ വേണം. ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒന്ന് മെയിനായിട്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം ഫാമിലി പ്രോബ്ലംസാണ്, എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട്. പിന്നെ മൂന്നാമത് കാണുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രീ വിജയകുമാർ പറഞ്ഞാൽ കേട്ട് ഇൻകം ടാക്സ് ശരിയാണ്, ഇൻകം ടാക്സ് ആക്ടിനകത്ത് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നുമില്ല. പക്ഷേ അവരുടെ എൻക്വയറി സമയത്ത് PMLA വയലേഷൻ, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, അതിൻ്റെ വയലേഷൻ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അത് നേരെ ED കൊടുക്കാം, ED വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പം അതിന് ഞാൻ ജസ്റ്റിഫൈ ചെയ്യാമെന്ന് ഞാൻ പറയല്ല. അത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. എന്താ നടന്നേക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഇവരുടെ റെക്കോർഡ്സൊക്കെ എടുത്തു. ഇത്രത്തോളം ഒരു പാനിക് സിറ്റുവേഷൻ അയാൾക്കുണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. പക്ഷേ അയാളുടെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ഒരുപാട് അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോഴൊന്നും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അയാൾക്കുണ്ടായിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സുരേഷും പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഫാമിലി പ്രോബ്ലംസ് അല്ല, പിന്നുള്ളത് പണത്തിൻ്റെ, അതായത് ഈ
ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രീതിയിൽ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അത്ര പോസിബിൾ അല്ല കേരളത്തിൽ. പക്ഷേ പോസിബിൾ ആക്കി കാണിച്ച ഒരു മനുഷ്യനാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട്. 2005 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. അത് ഈ രീതിയിൽ ഉണ്ടാക്കിയതാണ്. വേറെ ഒരു സ്വർണ്ണക്കടക്കാരൻ നമ്മൾ കണ്ടല്ലോ, അതായത് ആളുകൾക്ക് ഈ പിന്നെ പണിക്കൂലിയൊന്നും ഇല്ലാതെ സ്വർണം ശരിയാക്കി കൊടുക്കും, അങ്ങ് സ്വർണ്ണം കൊടുക്കുകയാണ്, പണിക്കൂലി വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരു 100 പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അയാൾ കളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നവർ, ലക്ഷക്കണക്കിന് രൂപ. അപ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞ സാധാരണ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ റോയിയെ സംബന്ധിച്ചിടത്തോളം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിശ്വസിക്കാം. കാരണം കാണിച്ചതെന്നാണ്. അയാൾ ആരെ പറ്റിച്ചതോ കളിപ്പിച്ചതോ ആയിട്ട് ഇന്ന് വരെ ഒരു പരാതിയും വന്നിട്ടില്ല. സുരേഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഒരു പരാതിയും വന്നിട്ടില്ല. ആ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള മാറ്റേഴ്സാണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതെന്നും എന്തൊക്കെയാണ് അതിനകത്ത് അവർ കളക്ട് ചെയ്തതെന്നും അയാൾ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വല്ലതും അതിലുണ്ടായിരുന്നോ എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ ഒരു രീതിയിൽ അങ്ങോട്ട് എത്താൻ പറ്റൂ. എല്ലാ മലയാളികൾക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇത് അറിയാനുള്ള ഒരു ഉത്കണ്ഠയുണ്ട്, ഒരു ആവേശമുണ്ട്. അത് അറിയണം, അതിൻ്റെ കാരണം റീസൺ എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം 57 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇത്രത്തോളം വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ട് അത് മുഴുവൻ ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഈ ഗ്രൂപ്പ് അയാൾ തകർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ അത്രയും വലിയൊരു സിറ്റുവേഷനിൽ എങ്ങനെ വന്നു എന്ന്. ഇത് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരന് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ താങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്ര പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവേണ്ടത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്താണ് അയാൾ ഭയപ്പെട്ടത്? ഭയം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണമാകാം. അത് ഏത് വിധത്തിലുണ്ടായി എന്നുള്ളതും ഒക്കെ അന്വേഷിക്കണം. സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ ബാബു പറയുന്നത് കേൾക്കുന്നു. അതേപോലെ തന്നെ ഈ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു മനുഷ്യനെ ആത്മഹത്യ ചെയ്ത് എന്താണ് എന്നുള്ളതിൽ അതിൻ്റെ ശരിയായ വിവരം പുറത്തു വരണം. അതിന് കൊടിയുടെ നിറമൊന്നും നോക്കണ്ട. ഇതും BJP-യുമായിട്ട് കൂട്ടിക്കെട്ടാൻ ഒരു കാര്യവും ഇല്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇൻകം ടാക്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് BJP പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരു പാർട്ടിയെ പിടിക്കേണ്ട കാര്യമില്ല. അവരൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഇൻകം ടാക്സ് എല്ലാവരും വലിയ ബിസിനസ്സുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അവർ അന്വേഷിക്കും. അതെല്ലാം ശരിയാണോ, ശരിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ, അല്ലാതെ മാനിപ്പുലേഷൻ വല്ലതും ഉണ്ടോ, അത് അവരുടെ ബാധ്യത. അവർ നോക്കണം, അവരുടെ ജോലി അതാണ്. ഇതിനപ്പുറത്തോട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഭീഷണി ഉണ്ടായോ പ്രതീക്ഷിക്കാം. യഥാർത്ഥം അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും അങ്ങ് ഞങ്ങൾക്കിപ്പോൾ ഇത്ര സമയമുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. വളരെ നന്ദി ശ്രീ കമാൽ പാഷ ഒപ്പം ചേർന്നതിന്. ഞാൻ ശ്രീ വിജയകുമാർ, ഇപ്പോൾ ഏജൻസികൾക്കെതിരായ ആരോപണം ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ED ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, അത് ഒരു ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് ഏജൻസികൾക്കെതിരെ തിരിയുന്ന സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇത്രയും ഞെട്ടലുണ്ടാക്കിയൊരു സംഭവം എന്നതിലേക്ക് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ വിവരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും SIT അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അവരിലൂടെ മാത്രമേ പുറത്തു വരാൻ കഴിയൂ. എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു, ആ രേഖകൾ പിടിച്ചെടുത്തതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമാണോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഏജൻസികളുടെ മുന്നോട്ട് പോക്കിനെ ഇത് ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത്തരം ഉപയോഗിക്കപ്പെടലുകൾ ഒരു ഭീഷണിയായി മാറുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് എന്തെങ്കിലും ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി ഈ ഇത്തരം പരിശോധനകൾ ആവശ്യമുണ്ടോ? ഇൻകം ടാക്സ് റെയ്ഡുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് വന്ന ശേഷം, അധികാരത്തിൽ വന്ന ശേഷം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കാരണം അസസ്സുകാർ ടാക്സ് പേയേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം തന്നെ. പഴയ കാലങ്ങളിൽ ഞാൻ ഇൻകം ടാക്സിലെ ഈ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ വളരെ നാൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, കേരളത്തിലും തമിഴ്നാട്ടിലും. അന്നെല്ലാം റെയ്ഡുകൾ ഇതിനേക്കാളും വളരെയധികം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ടാക്സ് ഇവേഷൻ ഒരു സംഖ്യയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ റെയ്ഡ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ വളരെയധികം ആലോചിച്ച് വളരെയധികം ഹോംവർക്ക് ചെയ്ത് ടാക്സ് ഇവേഷൻ ഉണ്ട് എന്ന് വ്യക്തമായ ശേഷം മാത്രമേ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോ എൻഫോഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകം ടാക്സ്. പിന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഉള്ള ഒരു ഓഫീസർ, ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പറഞ്ഞ പോലെ അത്രയും പരിശോധനകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഡിസംബറിൽ തുടങ്ങിയതായിരുന്നു ഈ പരിശോധനകൾ. അപ്പോൾ
അങ്ങനെ ഇൻകം ടാക്സിന് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ അല്ലെങ്കിൽ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ലേ? അത് തീർച്ചയായും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇത് വലിയ ഒരു ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കാൻ കുറേ സമയമെടുക്കും. പക്ഷേ ആ പരിശോധനയെല്ലാം വളരെ നിയമപരമായിട്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ച് തന്നെ ഇൻകം ടാക്സുകാരുടെ ഹരസ്മെൻറ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇൻകം ടാക്സ് ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹരസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ 0.1%. ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ പറയില്ല. ഞാൻ ഇത്രയും കാലം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മരണം വളരെ നിർഭാഗ്യകരമാണ്. പക്ഷേ അതിനെ ഒരിക്കലും ഒരു ഇൻകം ടാക്സിൻ്റെ പ്രഷർ കാരണം ആണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് അവരെ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാരെയും ഈ സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ ഇത് നടത്തിയ ഉദ്യോഗസ്ഥരെയെല്ലാം അവർ ചോദ്യം ചെയ്യും. അവരുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കോട്ടെ. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഒരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ റെയ്ഡ് ഒരു വ്യക്തി, ഒരു അസസി, അതും ഒരു ഹൈ ഫ്ലയർ ആയിട്ടുള്ള ഒരു അസസി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ പോലെ ഈ റെയ്ഡ് കഴിഞ്ഞാൽ പോലും ടാക്സ് അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെ ജയിലിലേക്ക് അയക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അല്ല. അവർ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു കളക്ട് മോർ ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ, റീസണബിൾ ബിലീഫിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. ആ സെർച്ചിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ കൊലാറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ടാക്സ് ഇവേഷൻ കണ്ടുപിടിച്ച് അവർക്ക് നോട്ടീസ് കൊടുത്തു. അവർക്ക് അതിന് അപ്പീൽ പോവാം. പല ഹൈക്കോർട്ട് ലെവൽ വരെ നിയമപരമായ സാധ്യതകൾ എളുപ്പത്തിൽ മുമ്പിൽ ഉണ്ടായിട്ടുമാണ് ഇങ്ങനൊരു ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ശ്രീ അനിൽ ബോസ്, ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊരു രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല. ഇത് ഏത് വിധത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം? കാരണം വളർന്നു വരുന്ന ഓരോ, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മരണം ഇങ്ങനെ ഇത്രയ്ക്ക് ലൈഫ് സെലിബ്രേറ്റ് ചെയ്തു പോയ ആൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ആശങ്കയുണ്ട്. എന്ത് വിധത്തിലാണ് ഈ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പരിശോധനകൾ നടക്കുന്നത്? നമ്മുടെ മുന്നോട്ട് പോക്കിനെ ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കുറച്ച് ദിവസങ്ങളെങ്കിലും, പിന്നെല്ലാം സാധാരണ ഇതിലേക്ക് പോകും, പക്ഷേ കുറച്ച് ദിവസങ്ങളെങ്കിലും ഒരു ആശങ്കയുണ്ടാകും. അപ്പോൾ അതിനൊരു രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇപ്പോൾ അന്വേഷണം നടത്തി ഒരു ക്ലാരിറ്റി വരുത്തുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമായ ഇടപെടൽ കൂടി ഇതിൽ ആവശ്യമായി വരുന്നുണ്ടോ? ഈ ഇത്തരം ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്കിവിടെ തുടരണം എന്ന് അവരെ തോന്നിപ്പിക്കുക കൂടി വേണമല്ലോ. ഇതിൻ്റെ അകത്ത് ഇതൊരു രാഷ്ട്രീയ ദിശയിൽ ചർച്ച പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പല അന്വേഷണങ്ങളും വരുന്നു. ആ അന്വേഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകൾ ഒഴിവാക്കപ്പെടുന്നു. അത് പാർട്ടി മാറുന്ന നിലയിലുണ്ട്, ഈ വ്യവസായ ശൃംഖലയിലുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ 2020 സാബു. അതൊരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ ഒരു കേസില്ല, തൻ്റെ സ്ഥാപനത്തിനെതിരെ ഇല്ല, ഇന്ന് വരെ ഒരു നോട്ടീസ് പോലും വന്നിട്ടില്ല എന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ട് BJPയുടെ ഭാഗമായി മാറുമ്പോൾ രേഖകൾ പുറത്തു വരികയാണ്. സെബി അയച്ച നോട്ടീസുകൾ, അതുപോലെ തന്നെ അദ്ദേഹം ഫൈൻ അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം പുറത്തു വരികയാണ്. അപ്പം ഇതുവരെ അഴിമതിക്കെതിരെ സംസാരിക്കുന്നു, രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, കൊള്ളക്കാരാണെന്ന് പറഞ്ഞ് ഒരു പുതിയ മേച്ചിൽപ്പുറം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പോയി ഞാനിതാ വലിയ പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, കേരളം കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വ്യവസായിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടപടികൾ വരുമ്പോൾ അദ്ദേഹം പാർട്ടി മാറുന്നു, വേറൊരു ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിരക്ഷ ഉറപ്പുവരുന്നു. അത് ഒരു സ്ഥലത്തെ കാര്യമല്ല പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്ത് അടക്കം കോൺഗ്രസ് പാർട്ടിയുടെ താക്കോൽ സ്ഥാനമായ PCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തുപോയി പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയാകുന്ന കാണുകയാണ്. അപ്പം അവരുടെ രാഷ്ട്രീയ മാറ്റത്തെ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെ ഉയർന്നു വന്ന അലിഗേഷൻ, ഇപ്പം തന്നെ വിമാനാപകടത്തിൽ മരിച്ച അജിത് പവാർ, ആ അജിത് പവാറിൻ്റെ തന്നെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ 10,000 കോടിയുടെ അഴിമതി ആരോപണം. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു, കേസെടുക്കാൻ പോകുന്നു. തൊട്ട് പിറ്റേ ദിവസം അദ്ദേഹം BJPയുടെ ഭാഗമാകുന്നു, അദ്ദേഹത്തിനെതിരെ കേസില്ല, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അങ്ങേ സൂചിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സ്വാധീനമുണ്ട്, അവരെ കൂടെ ചേർക്കുക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ കേസിൽ
അത് പണത്തിന്റെ ഒരു മാത്രമാണോ? second, രാഷ്ട്രീയപരമായ ഒരു വിഷയങ്ങളില്ലല്ലോ. ഒരു second. എന്താണ് ഒരു കരുതുന്നത്? സെക്കൻഡ്, ഞാൻ തർക്കത്തിനില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. നിങ്ങൾ ഇന്റർഫെയർ ചെയ്യാതെ, നമ്മളിവിടെ തർക്ക വിഷയമല്ലല്ലോ ഇത്. ഇല്ല, തർക്കമില്ല. ഇത് രാഷ്ട്രീയ മത്സരമില്ല ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞത് ഇത്തരം നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതും കൂടി കൂട്ടി അങ്ങ് അന്വേഷിക്കട്ടെന്നു. അതും കൂടെ കൂട്ടി അന്വേഷിക്കട്ടെ. സ്വയം ആത്മഹത്യ ചെയ്താണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ, ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദമുണ്ടോ, രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ, അത് അന്വേഷിച്ചോട്ടെ. അത് ഉടനെ തന്നെ BJP ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല ഈ ചർച്ചയിൽ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വതന്ത്രമായി നീതിപൂർവമായി അന്വേഷണം വരണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആദ്യ റൗണ്ടിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മലയാളികളിൽ 4ാമത്തെ പ്രധാനപ്പെട്ട വ്യവസായിയുടെ മരണമാണ്. മലയാളികൾ തന്നെ 4ാമത്തതാണ്. അത് മുൻപ് നടന്ന മരണങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ രേഖകൾ പുറത്തു വന്നോ? എന്തുകൊണ്ട് മരണപ്പെട്ടു? എന്താണ് അവരുടെ കൊലപാതകമായിരുന്നോ? അല്ലെങ്കിൽ അവർ ആത്മഹത്യയാണോ? അവരുടെ വ്യാവസായിക തകർച്ചയ്ക്കിടയാക്കിയ കാര്യമുണ്ടോ? അവർക്കെതിരെ അലിഗേഷൻ ഉണ്ടോ? അലിഗേഷൻ ഇന്ന് വരെ റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളെന്നുള്ള നിലയിൽ അത്യത്ഭുതമായി നാം നോക്കിക്കണ്ടിരുന്ന വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ നന്നായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, എല്ലാ തലത്തിലും നിന്ന് തുള്ളിച്ചാടി നിന്നിരുന്നൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മരിക്കുമ്പോൾ ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നോ കുടുംബത്തിന് പുറത്തു നിന്നോ ആ വ്യവസായ ശൃംഖലയിൽ നിന്നോ ഒരു അലിഗേഷൻ റൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മരണപ്പെട്ടിരിക്കുന്നു. മരണമാണോ കൊലപാതകമാണോ? ഇത് നമുക്കെങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. ഏത് ഗവൺമെൻറ്റുമാകട്ടെ. ഇപ്പം കർണാടക ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു, അത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ മറ്റൊരു ഏജൻസി ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വരുത്തെ, അത് BJP. അങ്ങനെ വേണ്ട. ഇതിൽ സുതാര്യമായ അന്വേഷണം നടന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. കാരണം ഇതൊരു തുടർക്കഥയാകാം. പ്രത്യേകിച്ച് മലയാളികൾ തന്നെ പല ആളുകൾ ലോകത്തെ അത്ഭുതമായി കരുതുന്ന രീതിയിൽ കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന അസൂയയോടുകൂടി ആളുകൾ കച്ചവട മേഖലയിൽ നോക്കിക്കാണുന്ന സമ്പന്നരുടെ പട്ടികയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് സംഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടേ? എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കണ്ടേ? തീർച്ചയായും അലിഗേഷൻ ഉണ്ടേ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങളാണോ, ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ക്രമക്കേടുകൾ, ഇതൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം ഇങ്ങനെ മറവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകും. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു മരണത്തിന് മുമ്പിൽ നിൽക്കുന്നു, അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയം കലർത്തിയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ നിലയിലേക്ക് ഇത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇതിലൊരു ക്ലാരിറ്റി വന്നാൽ അത്രയും നല്ലത്. പക്ഷേ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഉപയോഗപ്പെടലിലേക്ക് അല്ലെങ്കിൽ അങ്ങ് ഉപയോഗപ്പെടുത്തലിലേക്ക് ഈ വിഷയം പോകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരുപക്ഷെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെ കൂടി ഇതിൽ ആവശ്യമായി വരുമോ? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് 10 വോട്ട് എങ്ങനെ കിട്ടാൻ സാധിക്കും എന്ന് നോക്കുക. അവർക്ക് മരണമൊന്നും പ്രശ്നമല്ല, അവർക്ക് എന്ത് നടന്നു എന്നുള്ളതൊന്നല്ല പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയെങ്കിലും BJPയുമായി കൂട്ടിക്കെട്ടുക, എന്നിട്ട് അതിനകത്ത് 10 വോട്ട് ഇപ്പുറത്ത് കിട്ടുമോ നോക്കുക. അതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലും വെക്കണമെങ്കിൽ അത് വെക്കാൻ നോക്കുക എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് CPMൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അത് അവർ നടത്തിക്കോട്ടെ. കാരണം അവരെ പോലെയുള്ള ആളുകൾക്ക് നികൃഷ്ടമായി അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ആയിക്കോട്ടെ. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചാൽ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി എന്ന് പറഞ്ഞു, സ്വാഭാവികമാണല്ലോ. കാരണം അത്രയ്ക്കധികം ടേൺ ഓവറുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ 1 by 1 ആയിട്ട് പരിശോധിച്ച് വരുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾക്ക് സമയമെടുക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്ലോവാക്യൻ ഇതിൻ്റെ കമ്മീഷണറാണ് തോന്നുന്നു, ട്രേഡ് കമ്മീഷണറോ അങ്ങനെ എന്തോ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട് അംബാസഡർ ആയിരിക്കും, ഗുഡ്വിൽ അംബാസഡർ അതാണ് എൻ്റെ അറിവ്. ഉത്തരവാദിത്തത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം
സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അവർ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഈ ഇൻവെസ്റ്റിഗേഷനകത്ത് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തരട്ടെ ദിനേഷ്, ഇതിനകത്ത് വേറൊരു തർക്കമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകളിൽ കൃത്യമായി പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ച് വേറെ ഒരു വിഷയവുമില്ല. നോട്ടീസ് കൊടുക്കും, നോട്ടീസ് കൊടുക്കുന്നതിന് മറുപടി കൊടുക്കുക, രേഖകൾ സബ്മിറ്റ് ചെയ്യുക. രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടെങ്കിൽ ഇനി ടാക്സി ചുമത്തേണ്ട കാര്യം ഉണ്ടെങ്കിൽ ടാക്സി ചുമത്തും. ആ ടാക്സി ചുമത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് അപ്പീലിന് പോവാം, ഒരു ലീഗലി നിയമപരമായിട്ട് അതിനെ നേരിടാം. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മുടെ പൗരനുള്ള അവകാശങ്ങളല്ലേ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ടല്ലോ, നിരവധി റെയ്ഡുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു മാനസിക സംഘർഷത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിന് മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുകയും ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നിടത്ത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗവൺമെൻറ് ഓഫ് കർണാടക, ബാംഗ്ലൂർ ആയതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് കർണാടക തീരുമാനിച്ചിരിക്കുന്നു. അവർ അന്വേഷണം കൃത്യമായി നടത്തട്ടെ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമുണ്ട് എങ്കിൽ സർക്കാർ ആ തീരുമാനമെടുക്കും. ആ അന്വേഷണം നടത്തട്ടെ. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്ന ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അവരെ ഓഫീസർമാരുടെ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയും. ആ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയട്ടെ. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് ആ അന്വേഷണ ഏജൻസി കൃത്യമായി നടത്തിയോട്ടെ. അപ്പോഴേക്കും ഇവിടുത്തെ കേരളത്തിലെ മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ എന്താണ് പറയുന്നത്? ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇത് BJPക്ക് അകത്ത് കൂട്ടിക്കെട്ടണമെന്ന് പറയുമ്പോൾ ആ കള്ളത്തരമാണ് രാഷ്ട്രീയത്തിൻ്റെ സൂത്രപ്പണി എന്ന് നമ്മൾ പറയുന്നത്. അത് രാജീവിന് ആ കള്ളത്തരം കാണിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവ് കുറവ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് ഇത്രയേ ഉള്ളൂ അവർക്ക് നീതി എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. BJP അല്ലല്ലോ ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത്. ഒരു സർക്കാർ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ BJP ആണ് എന്ന് പറയുന്നിടത്താണ് ഇടതുപക്ഷത്തിൻ്റെ മണ്ടത്തരം എന്ന് പറയപ്പെടുന്നത്. അവരത് പറഞ്ഞോട്ടെ. അവർക്ക് രാഷ്ട്രീയ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ. ആ സ്വഭാവമാണ്. ആ മരണത്തെ വെച്ചിട്ടാണെങ്കിലും 10 വോട്ട് കിട്ടിയാൽ മതി എന്ന് പറയപ്പെടുന്ന ഒരു തരം ആത്തപ്പത്തര രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖങ്ങളായി മാറുന്നു ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ. അവരാണിത് പറഞ്ഞതെന്നെങ്കിൽ എന്ന് ഞാൻ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത് എങ്ങനെയാണ്, ആ റെയ്ഡ് അവിടെ നടക്കും. ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താണ് തീരുമാനമെടുത്ത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൂടുതലായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല, ചെറിയ പ്രതികരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നാളെയൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉന്നയിച്ചേക്കാം, നമുക്കറിയില്ല. എന്തായാലും കാത്തിരിക്കാം. ശ്രീ സുരേഷ് പിള്ള, ഇപ്പോൾ അങ്ങേക്ക് കൂടുതൽ അറിയാവുന്ന ആൾ, നമുക്കറിയാം ഇന്നത്തെ ലോകമെന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ലോകവും റിയൽ ലൈഫിൽ മറ്റൊരു ലോകവുമാണ് എല്ലാവരുടെയും ജീവിതം. അതിലിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹം വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ആളുകളെ കാണിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരൻ എന്ന ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണല്ലോ. വളരെ സക്സസ്ഫുള്ളായി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു പ്രകടനവും കൂടി സ്വാഭാവികമായിട്ട് വേണം. അതൊരു ബിസിനസ് രീതി കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയതാണോ, അതിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് മറ്റ് ആകുലതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു വൈഷമ്യങ്ങൾ? നമുക്കറിയാം മനുഷ്യരല്ലേ, ഇപ്പോൾ എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ആസ്തിയില്ലാത്തവനുമൊക്കെ പല വിധത്തിൽ മാനസിക വ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാം. അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അദ്ദേഹം വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്കുണ്ടോ? പൂർണ്ണമായ ഈ ഒരു സാമ്പത്തിക വ്യവഹാരത്തിൻ്റെ പേരിൽ മാത്രം ജീവൻ ഒടുക്കാൻ അങ്ങനെ കഴിയുന്ന ഒരാളാണോ CJ റോയ്? അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ചോദ്യം. ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ല. കാരണം ബിസിനസ്സിനകത്ത് അതും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്നവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഇവർക്കൊക്കെ അറിയാം. ഇപ്പൊ ചെറുകിട നാട്ടിലെ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആൾക്ക് പോലും അറിയാം രാജ്യത്തെ നിയമം എന്താണ്, അതനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ ഡോക്യുമെന്റ്സ് വരണം, അല്ലെ കംപ്ലൈൻറ്റ്സ് എങ്ങനെ നിൽക്കണമെന്നൊക്കെ. അപ്പോൾ ഇത് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ഉത്കണ്ഠ, അതായത് ഒരു മനുഷ്യൻ ഇപ്പം സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്തിലൂടെ ഒക്കെ പോയി പോകും. അതൊരു വലിയ അതിസമ്പന്നനാവണമെന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോ ഒരു നോർമൽ ഒരു തൊഴിലാളി ആർക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ റോയ് ഇദ്ദേഹത്തെ പോലൊരാൾ ഇങ്ങനെ ഒരു ശതകോടീശ്വരനായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം വന്നാൽ ഒരു സൂയിസൈഡ് ആണ് അല്ലെങ്കിൽ ആത്മഹത്യ ആണ് എന്നുള്ള ഒരു തോട്ട് വന്നാൽ ബാക്കിയുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാറാം. അപ്പൊ ഇവിടെയൊക്കെയാണ് നമുക്കിനി ഒരു വലിയൊരു ഈ മെന്റൽ ഹെൽത്തിന്റെയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആത്മഹത്യകൾ വരുമ്പോൾ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെടാറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരു റോൾ
റോൾ മോഡലായിട്ടുള്ള പല ആൾക്കാരും ഇൻസ്പിറേഷൻ ആയിട്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ കാണുന്നത് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു മരണം വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു അതാണ് ശ്രീ പ്രശ്നത്തിൽ സുരേഷ് പിള്ള. ഇപ്പോൾ അദ്ദേഹം ഈ 36 വയസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് സ്വന്തമായിട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ 20 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിന് മുൻപേ തന്നെ ബാംഗ്ലൂരിലെ സാധ്യതകൾ കണ്ടറിഞ്ഞ് സ്ഥലം വാങ്ങിക്കുക, പിന്നീട് അതിന് പൊന്നും വിലയാകുന്ന നിലയിലേക്ക് വരുമ്പോൾ ആ ബിസിനസ്സിന് ആ നിലയിൽ ഉപയോഗിക്കുക. അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, ദീർഘവീക്ഷണത്തോടുകൂടി വളരെ സാമ്പത്തിക കാര്യത്തിലൊക്കെ കൃത്യമായ അച്ചടക്കത്തോടു കൂടി മാത്രം മുന്നോട്ട് പോയ ആൾക്കേ ഇത് സാധ്യമാകും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്ക് പോലും ഇന്നത്തെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ പാലിക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന് അതിന് വലിയ സംവിധാനമുണ്ടല്ലോ. അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമല്ല, ഇത്രയും വലിയൊരു ജീവനക്കാരുടെ ഒരു വലിയ ശൃംഖലയുണ്ട്. അതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ അതിഥികളൊക്കെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിലുപരിയായിട്ടുള്ളൊരു ഈ നമ്മൾ കാണുന്ന സെലിബ്രേറ്റഡ് ആയ CJ റോയി എന്നതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടേതായ ചില വേറൊരു ലോകമുണ്ടാകാം, ചില വിഷമങ്ങളുണ്ടാകാം. അപ്പോൾ അത് എവിടെയും പങ്കുവയ്ക്കപ്പെട്ട് പോയില്ലേ എന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് ചിന്തിക്കല്ലോ, ഒരു സങ്കടം. ഇത്രയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് അല്ലേ, എന്തും തുറന്നു പറയാനുള്ള എത്രയോ സൗഹൃദ വലയങ്ങളുണ്ടാകും. കുടുംബം അത്രയാണ്. അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിയാമല്ലോ, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ ലെവൽ ഏതൊക്കെ ആൾക്കാരുടെ അടുത്ത് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുക, അത് എത്ര ക്ലോസ് ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെയൊക്കെ ഒരു ചുറ്റിൽ കാണുന്ന അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ അധികം അടുത്തിടപഴകുന്ന രീതിയാണ്. അപ്പൊ നമ്മളെല്ലാം ആ രീതിയിലാണ് അദ്ദേഹത്തെ കാണുന്നത് പോലും. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു മാനസികമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വേറെ എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രമാത്രം അലട്ടിയ ഒരാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയി ഇത് ചെയ്തെന്നൊക്കെ അറിയാന്ന് പറയുന്നത് അത്ര അടുത്ത വേറെ ആർക്കെങ്കിലും ഒക്കെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ബ്രദർ പറഞ്ഞ കുറെ അറിവുകളുണ്ട്, പിന്നീട് അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞ അറിവുകളുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല. കാരണം ഒരു 10 പേർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാൾക്ക് പോലും ഏറ്റവും വലിയ ഉത്കണ്ഠയാണ് അയാളുടെ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ബിസിനസിനെ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അപ്പൊ ഇത്രയും വലിയൊരു നമുക്കൊക്കെ അറിയാം, ചെറിയ ആൾക്കാർ അല്ല, ഉദ്ദേശിക്കുന്ന ചെറിയ സംരംഭം നടത്തുന്ന അല്ലെ 2-3 ജീവനക്കാരുള്ളവർ പോലും അവരുടെ ഏറ്റവും വലിയൊരു ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അവരുടെ എങ്ങനെ ആ തൊഴിൽ ആ ഒരു സംരംഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള ചിന്തയാണ്. അപ്പൊ ഇത്രയും വലിയ ലെവലിൽ എത്തിയ ഒരാൾ ഈ ഒരു നിസ്സാരപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സാരപ്പെട്ട അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് ബിസിനസ്സിലെ സംഭവിക്കുന്ന ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങൾക്കെതിരെ ഉണ്ടായ സമയത്ത് ഈ ഒരു ചിന്ത വരുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് നമുക്കിപ്പോഴും എല്ലാ ബിസിനസ് മേഖലയിലായാലും എല്ലാവരും ആശങ്കയോടെ കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. അത് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അത് എന്നുള്ളത് വലിയൊരു വിഷമമായിട്ട് തന്നെ ഇരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ ഏത് അന്വേഷണത്തിലൂടെ എത്രത്തോളം സത്യം പുറത്തു വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഒരു ചെറിയ ഇടവേള, ഞാൻ മറ്റു 2 അതിഥിയിലേക്ക് വേഗത്തിൽ വരാം. ശ്രീ അനിൽ ബോസ്, ഇനി എന്തായാലും ഈ SIT അന്വേഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ഈ ഡിസംബറിൽ മുതൽ തുടങ്ങിയ ഈ പരിശോധനകളൊക്കെ വേട്ടയാടലിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെടും. IT വകുപ്പ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നൽകുകയും ചെയ്യും. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അങ്ങ് ഇപ്പോൾ നേരത്തെ ശ്രീ സുരേഷ് പിള്ള സൂചിപ്പിച്ച പോലെ മറ്റ് സാധാരണ മനുഷ്യർ പല വിധത്തിൽ പ്രതിസന്ധികൾ കടന്നു പോവുകയാണ്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നിരന്തരം നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ ഒക്കെ പറയുമ്പോഴാണ് ഇത്രയും വലിയൊരാൾ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തു എന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു ചലനം കൂടിയുണ്ടല്ലോ, അതിനെ കൂടി അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും വലിയ ആകുലത സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഓരോ ഇൻസിഡൻറ്റും നമ്മളിപ്പം എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഡിബേറ്റുകളിൽ നമ്മൾ രാഷ്ട്രീയ വശങ്ങൾ പറഞ്ഞ് തർക്കിക്കാറുണ്ട്. ഇതൊരു അങ്ങനെ തർക്കിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ റൈഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണെങ്കിലും എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ചർച്ച ചെയ്താൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് ഈ മരണമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റൈഡ് ചെയ്തു അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കുന്നു, പെനാൽറ്റി അടയ്ക്കേണ്ടവർക്ക് പെനാൽറ്റി അടയ്ക്കുന്നു, ആ നിലയിലുള്ള നടപടിക്രമങ്ങൾ നടന്നു. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്ന അങ്ങനെയല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്നത് പിന്നീട് അതിൻ്റെ ഉടമസ്ഥർ, ആ കമ്പനി തന്നെ, അതായത് ആരാണോ അതിൻ്റെ അകത്ത് ഇതിന് അന്വേഷണത്തിന് വിധേയമാകുന്നത്, അവരുടെ കയ്യിൽ നിന്ന് കമ്പനി വേറെ വലിയ മുതലാളിമാർ ടേക്ക് ഓവർ ചെയ്യുന്നതാണ് പിന്നെ കാണുന്നത്.
ഒട്ടനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ചർച്ചയിൽ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യത്ത് പോലും പോയി വ്യവസായം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മുതലാളിമാർ പിന്നീട് ഏറ്റെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ റൈഡ് ചെയ്ത് ഒരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അത് മറ്റൊരു മാറ്ററാണ്. അപ്പോൾ ആ തലത്തിലൊന്നും നമ്മൾ ഈ വിഷയത്തെ കൂട്ടിക്കെട്ടുന്നില്ല. ആ നിലയിൽ അങ്ങനെ കൂട്ടിക്കെട്ടത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. എന്തായാലും ഈ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അത് വളരെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം അത്രയധികം രംഗത്തുള്ളവർക്കും സാധാരണ മനുഷ്യർക്കുമൊക്കെ എന്ത് സംഭവിച്ചു എന്നത് വളരെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതാണ്. അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ഉല്ലാസ് ബാബു, അവസാനമായി ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇനിയും തുടരും, അതിലൊരു സംശയമില്ല. പക്ഷേ ഒരു മാനുഷിക വശമെന്ന നിലയിൽ കൂടി ഈ മരണം അല്ലെങ്കിൽ ഈ ആത്മഹത്യ ഉണ്ടാക്കിയൊരു ഞെട്ടൽ അത് ദൂരീകരിക്കാൻ കൂടി അന്വേഷണം വേഗത്തിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥയിലേക്ക് എത്തണം. അല്ല, ആരോപണങ്ങളൊക്കെ പറയുന്നവർക്ക് പറയാം. ആ ആരോപണങ്ങളും രാഷ്ട്രീയവുമായിട്ട് ഒരു കുലബന്ധം പോലുമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മൾ. അതുപോലെ തന്നെ സമൂഹത്തിലെല്ലാവരും. പിന്നെ രാഷ്ട്രീയ താല്പര്യം മുന്നിൽ നിർത്തി സംസാരിക്കുന്നവർക്ക് പല ആരോപണങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അതവർ കണക്ട് ചെയ്തോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, അവിടെ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ നയിച്ചിട്ടുള്ള ഏത് ചിന്തകളാണോ ആ ചിന്തകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്നുള്ളത് അന്വേഷിക്കാനാണല്ലോ ഒരു സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. SITയെ സംബന്ധിച്ചോ SIT തീരുമാനമെടുക്കട്ടെ. SIT അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ ഏത് ഏജൻസികൾ വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആരാണോ അതിൻ്റെ പോയി ഇവർ മൊഴിയെടുക്കേണ്ടത് അവരൊക്കെ പോയി മൊഴിയെടുക്കട്ടെ. എല്ലാവരെയും ചോദ്യം ചെയ്യട്ടെ, അതിനുമായി ബന്ധപ്പെട്ട ആളുകളെ. അതിനകത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടായ കാര്യം, എന്താണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ചിന്ത തോന്നിയത് എന്നറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള ഒരു ഇതുണ്ട്. ആ ജനങ്ങൾക്ക് ഭാവിയിൽ SIT പറയട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. BJPക്ക് അതിനകത്തൊരു രാഷ്ട്രീയമില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നല്ല, ഒരു ബിസിനസ് സാമ്രാജ്യമോ ഒരു ബിസിനസ് സ്ഥാപനങ്ങളോ നശിച്ചു പോകരുത് എന്നും അത് 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനങ്ങളാണ് എന്നും അവർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനം നിലനിന്ന് പോകണമെന്നും തന്നെയാണ് BJPയുടെ നിലപാട്. ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളതല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും ഭംഗിയായി നിലനിന്ന് പോകണമെന്നുള്ളത് തന്നെയാണ് BJPയുടെ വലിയ തീരുമാനം തന്നെയാണ്. മോദി സർക്കാർ വന്നതിന് ശേഷം ആ തീരുമാനങ്ങൾ അതേപോലെ തന്നെ നടന്നു പോകും. ഇതുപോലെയുള്ള ഒരു ചില കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ പുറകിലുണ്ടായ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങളോ അന്വേഷിച്ച് പുറലോകം അറിയട്ടെ. അത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും SIT അന്വേഷണം വേഗത്തിൽ ആരംഭിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അറിയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി പങ്കെടുത്ത അതിഥികൾക്ക്. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാകും.